ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ പോലും ജീവിക്കാൻ അനുവദിക്കാത്ത രീതിയിൽ ദേ റൂയിൻഡ് മൈ ലൈഫ്. ഞാൻ 164 കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ പേരിൽ ഗൂഢാലോചന കേസെടുത്തു, എൻ്റെ പേരിൽ ഡെഫമേഷൻ കേസെടുത്തു, എൻ്റെ പേരിൽ കലാപം സൃഷ്ടിക്കുന്നു എന്നും പറഞ്ഞ് കേസെടുത്തു. എന്തൊക്കെ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നാലും ദൈവത്തിൻ്റെ മുമ്പേ കണക്കുകൾ എല്ലാവർക്കും സെയിം ആണ്. വി ആർ ഓൾ ഇൻ ദ സെയിം ബാലൻസ് ഷീറ്റ്. ഈ പുതിയ ഗവൺമെൻറ് എന്തൊക്കെയാണ് ഇതിനകത്ത് ചെയ്യണമെന്ന് സ്വപ്ന പറയാനുള്ളത്? ഇതിനകത്ത് സത്യം always everybody says that outside in front of the camera all the parties are like in conflict with each other, but behind the screen they are all one. ഇതാണ് ഞാൻ കേട്ടിട്ടുള്ളത്. I mean, if that's not the scenario, the original scenario is that they are not one. Their ideologies are different, of course, but if they are not a part of the deal or settlement, then I would say that a reinvestigation should happen in all these cases, and whatever cases they have simply framed against me to keep my mouth shut has to be withdrawn. അല്ല, എൻ്റെ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇതിൽ വന്നിരിക്കുന്ന പ്രധാന കേസുകളൊക്കെ ഇപ്പം കേന്ദ്ര ഗവൺമെൻറ് ആണല്ലോ അന്വേഷിക്കുന്നത്. ED അല്ലെങ്കിൽ NIA അല്ലെങ്കിൽ വേറെ ലെവൽ വരെ കസ്റ്റംസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അന്വേഷണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ അന്വേഷണങ്ങളെല്ലാം തടസ്സപ്പെടുത്താനും ഒരു വശത്ത് ശ്രമിക്കുന്നു, മറുവശത്ത് നിങ്ങളെ പീഡിപ്പിക്കാനും നിരുത്സാഹപ്പെടുത്താനും വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. ഇതാണല്ലോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ അനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ കാര്യങ്ങളൊക്കെ ഒഴിവാകണം. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ അധികാരത്തിൽ വന്നിരിക്കുന്ന സർക്കാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെ സ്റ്റെപ്സ് ആണ് എടുക്കേണ്ടത്? അതാണ് എനിക്ക് കൃത്യമായിട്ട് ചോദിക്കാനുള്ളത്. അന്വേഷണം നേരായ രീതിയിൽ പോകാനും ഒരു ഇൻഫ്ലുവൻസും അന്വേഷണത്തിനെ ബാധിക്കാത്ത രീതിയിൽ what the government can do. I don't know very clearly what this government can do, but they can do a lot of things if they are not partial, if they really want the truth to come out. അല്ല, എന്തൊക്കെയാണ് ഈ ഗവൺമെന്റിന്റെ പരിധിക്കുള്ളിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതിനകത്ത്? സ്റ്റേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കേസുകളിൽ ഒരു ഇന്റർഫിയറൻസ് വരുത്താം. ബിക്കോസ് ഈ ലൈഫ് മിഷൻ കേസായാലും കേന്ദ്രത്തിൻ്റെ അന്വേഷണ പരിധിയിലുള്ളത് ഐ എം ആക്ച്വലി സാറ്റിസ്ഫൈഡ് ബിക്കോസ് നൗ ഇറ്റ് ഈസ് ടു കം ടു ദ ട്രയൽ. ബട്ട് അതർവൈസ് ഇതൊന്ന് പെട്ടെന്നാക്കാൻ വേണ്ടിയിട്ട്, ട്രയൽസ് പെട്ടെന്ന് തുടങ്ങാൻ വേണ്ടിയിട്ട്, പിന്നെ നിർത്തിവെച്ചിരിക്കുന്ന എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് നിർത്തിവെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അങ്ങോട്ടും ഇൻവെസ്റ്റിഗേഷൻ നീങ്ങാത്ത കാര്യങ്ങൾ ഇവർക്കൊന്ന് നീക്കാൻ പറ്റുമെങ്കിൽ നല്ലത്. ലൈഫ് മിഷനാണ് ഇവർ പ്രത്യേകിച്ച് പിന്നെ ഈ സംസ്ഥാന ഗവൺമെന്റിന് നേരിട്ട് തന്നെ അന്വേഷിക്കാം. ഇപ്പം സ്വപ്ന നേരത്തെ പറഞ്ഞു, സ്വപ്നെ പീഡിപ്പിച്ച കാര്യങ്ങൾ, കേസെടുത്ത കാര്യങ്ങൾ, അതൊക്കെ ഒന്ന് ക്ലാരിറ്റി വരുത്തിക്കുക. അതൊക്കെ എന്തൊക്കെയാണ് ചെയ്തത് ശരിക്കും യഥാർത്ഥത്തിൽ? എത്ര കേസുകളുണ്ടാവും ഇപ്പോൾ കേരളത്തിൽ? എന്തൊക്കെയാണ്? 10-12 cases. എവറി ടൈം ഞാൻ 164 കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ പേരിൽ ഗൂഢാലോചന കേസെടുത്തു, എൻ്റെ പേരിൽ ഡെഫമേഷൻ കേസെടുത്തു, എൻ്റെ പേരിൽ കലാപം സൃഷ്ടിക്കുന്നു എന്നും പറഞ്ഞ് കേസെടുത്തു. ദേ ഓൾസോ ചാർജ്ഡ് മീ എ കേസ് വിച്ച് ഐ എം നോട്ട് ഇവൻ അവെയർ ഓഫ്. PC ജോർജോ ആയിട്ട് ഒരു കേസെടുത്തു. HRDSൻ്റെ അജി കൃഷ്ണനുമായിട്ട് ഗൂഢാലോചന കേസെന്ന് പറഞ്ഞ് വേറെ കേസെടുത്തു. സോ മെനി തിങ്സ്. അതുപോലെ ഒരു ജോലി കേരളത്തിൽ ആരും ഒരു ജോലി തന്ന് സഹായിക്കാൻ പോലും ധൈര്യമില്ലാത്ത അവസ്ഥയായി. പീപ്പിൾ, ഐ ക്യാൻ ഷോക്കേസ് മൈ സ്കിൽസ്, ഐ ക്യാൻ വർക്ക് ബിക്കോസ് ഐ നീഡ് ടു ആക്ച്വലി ഏൺ എ ഡെയിലി ബ്രെഡ് ഫോർ മൈ ഫാമിലി ആൻഡ് ഫോർ മൈ സെൽഫ്. ബട്ട് അങ്ങനെ പോലും ഒരു സഹായം കിട്ടില്ല. ഇറ്റ് ഇസ് എ ലൈഫ് ലോങ് ടോർച്ചർ പോലെയാണ്. എവറിബഡി ഈസ് സ്കെയർഡ് ഓഫ് ദീസ് പീപ്പിൾ. If I approach somebody, I give my resume, they'll say, oh, Swapna, we are very scared, it will affect us. Why? Because they tortured HRDS. They tortured all the girls working over there. അപ്പോൾ ഈ 10 വർഷം I was literally suffering. I was forced to hide my identity. ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ പോലും ജീവിക്കാൻ അനുവദിക്കാത്ത രീതിയിൽ they ruined my life. They ruined my children's future. അപ്പോൾ ഈ സർക്കാരിനോട് അടിയന്തരമായിട്ട് ആവശ്യപ്പെടാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാവശ്യമായി നിങ്ങളെ പീഡിപ്പിക്കുന്നതിന് എടുത്തിട്ടുള്ള നടപടികൾ മുഴുവൻ അല്ലേ അടിയന്തരമായി റദ്ദാക്കണം. അതെ 100%. അത് ആ മലയാളത്തിൽ ഐ ഡോണ്ട് നോ ഹൗ ടു സേ ദാറ്റ്സ് വൈ എക്സാക്ട്ലി. എന്നെ ടോർച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ട് എവർ സ്റ്റെപ്സ് ദേ ഹാവ് ടേക്കൺ unlawfully, that has to be terminated immediately if this government
is not in terms with them. And if they are നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ they will really help people, അവർ ജനങ്ങളുടെ മന്ത്രിമാരാണെങ്കിൽ, then they should consider me as a woman, give me the right to live a decent life. അത് വിജയനെ കുറിച്ചിട്ട് എന്താ തോന്നുന്നു? വിജയൻ ചെയ്തത് എന്ത്? വിജയൻ അതിന് എന്ത് ശിക്ഷ കിട്ടണം എന്നാണ്? അപ്പോൾ രണ്ട് കാര്യം. ഒന്ന്, വിജയൻ എന്താണ് നിങ്ങളോട് ചെയ്തത്? ഒന്ന്. രണ്ട്, വിജയൻ അതിനകത്ത് എന്ത് ശിക്ഷ കിട്ടണം? ഈ രണ്ട് കാര്യങ്ങൾ എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ഒരു സ്ത്രീ എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ബീങ് എന്നുള്ള രീതിയിലോ ചെയ്യാത്ത തെറ്റിന് ജീവിക്കാൻ സമ്മതിക്കാതെ അല്ലെങ്കിൽ ജീവിക്കാൻ അനുവാദം തരാതെ ദ്രോഹിച്ച ഒരു വ്യക്തിയാണ് മിസ്റ്റർ പിണറായി വിജയൻ. And for that he'll have to pay every single penny and suffer, because he ruined a life just for his own requirements. And if at all, if he is placed before the judiciary and he is booked on any cases, he should get life sentence. He does not have the right to live in the society. He has not only spoiled my life, he has spoiled so many people's life. During his tenure, just imagine the number of children, college students who were brutally murdered or harmed. Who was safe in Kerala during his tenure? And that one man has ruined so many families. He doesn't have the right to live freely. Before he absconds from this country, he should be put behind the bars. He still thinks he has won something because now he is this opposition leader. He has not won anything. He is the biggest loser existing today in this world, in this universe. But he still wants to portray that he is something. Yes, he is purely a devil who has no right to live. അല്ല, അപ്പം എനിക്ക് തോന്നുന്നത് ഈ സ്വപ്ന ഏറ്റെടുത്ത് നടത്തിയിട്ടുള്ള സമരം ഒരർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിലൂടെ ഭാഗ്യമായിട്ട് അത് വിജയിച്ചു. പക്ഷേ പൂർണ്ണമായിട്ടത് വിജയിച്ചിട്ടില്ല. എന്നാൽ പുതിയൊരു സർക്കാർ വരികയും ചെയ്തു. വിജയനെതിരെയും ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടും രണ്ടാം ഘട്ടത്തിൽ എങ്ങനെ മുന്നോട്ട് പോകാൻ, എന്ത് ചെയ്യാനും ഏത് തരത്തിൽ പോരാടാനും രണ്ടാം ഘട്ടത്തിൽ ആലോചിക്കുന്നത്? First, I will approach the government, the present existing government, to understand how they can actually assist me going forward. Otherwise, I will purely, deal with the court of law in order to get justice. I don't believe in repeating the same stuff again and again over the media and all that, because I don't want people to say that Swapna Suresh is actually talking for some publicity. I don't want any publicity. I want justice. I may not get those 15 months back or the 6 years that I lost, but then I will get the right to show the world that Swapna Suresh is not a petty smuggler. She was a normal woman who was ruined and exploited by the bureaucrats and the ministers for their own requirements and needs and personal demands. I did not take anything and bring home. Whatever I have is my hard-earned money and my parents given to me. I don't have a penny that I have, got the proceeds out of any crime that I have done. So I want to show the world that I was a woman from a decent family and I have the right to live, and I don't have to bow my head in shame. And I want to show the world these are the real hands behind the crime. ഈ വീണ ഇപ്പം നേരിടുന്നൊരു ഇതുണ്ടല്ലോ, പ്രതിസന്ധി ഉണ്ടല്ലോ, അതൊക്കെ കാണുമ്പോൾ എന്താണ് തോന്നുന്നത്? വീണയെക്കുറിച്ചിട്ട് നേരത്തെ ഇത്രയും കാര്യങ്ങൾ പൊതുസമൂഹത്തോടൊക്കെ പറഞ്ഞിരുന്നു, അതൊക്കെ ശരിയായി വരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് എന്താ മനസ്സിൽ ഉള്ളൊരു ഫീൽ? വളരെയധികം സന്തോഷം, വളരെയധികം തൃപ്തിയുണ്ട്. ബിക്കോസ് ഈ ഒരു ദിവസം കാത്ത് 6 വർഷം ഇരുന്നത്. അപ്പോൾ ആരുടെ മകളായിരുന്നാലും എന്തൊക്കെ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നാലും ദൈവത്തിൻ്റെ മുമ്പേ കണക്കുകൾ എല്ലാവർക്കും സെയിം ആണ്. വി ആർ ഓൾ ഇൻ ദ സെയിം ബാലൻസ് ഷീറ്റ്. സോ ഐ തിങ്ക് ഇറ്റ്സ് ജസ്റ്റ് ദ ബിഗിനിങ്. തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി ഒരുപാട് ചോദ്യം ചെയ്യുന്ന ഒഫീഷ്യൽസിൻ്റെ മുമ്പേ ഇരിക്കാനുള്ള ഭാഗ്യം പുള്ളിക്കാരത്തേക്കും അച്ഛനും ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. എനിക്കൊരു തോന്നിയത്, എനിക്ക് അന്ന് സ്വപ്നയുടെ ഈ സമരം പോരാട്ടങ്ങളൊക്കെ കാണുമ്പോൾ വലിയൊരു ആത്മധൈര്യം
അതായത് ഇതിൽ സത്യം തെളിയും, അല്ലെങ്കിൽ ഇവർ അന്വേഷണ ഏജൻസികൾക്ക് മുമ്പിൽ പോകും എന്നൊക്കെ പറഞ്ഞിട്ടൊരു വലിയ ആത്മധൈര്യം അന്ന് സ്വപ്ന പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ അത് പ്രകടിപ്പിക്കുന്ന സമയത്ത് വിജയനെതിരായി സമരം ചെയ്യുന്നവർക്ക് പോലും അത്രയും ഒരു ആത്മവിശ്വാസം ഇല്ലായിരുന്നു. കാരണം വിജയൻ 2 പ്രാവശ്യം ജയിച്ചു, ഒരു തവണ 3.0 എന്നും പറഞ്ഞ് ജയിക്കാൻ പോകുന്നു എന്നൊക്കെ പറയുന്ന ഒരു ആത്മവിശ്വാസക്കുറവ് പൊതുമണ്ഡലത്തിൽ ഉണ്ടായിരുന്നപ്പോഴും വലിയൊരു ആത്മവിശ്വാസത്തിലായിരുന്നു സ്വപ്നയുടെ സമരം. അതെങ്ങനെയാണ് അന്ന് ആ ഒരു ആത്മവിശ്വാസം കിട്ടിയത്? ആ ആത്മവിശ്വാസം അന്ന് മാത്രമല്ല, ഇന്നും ഉണ്ട്, മരണം വരെ ഉണ്ടാവും. അന്ന് എങ്ങനെ അതുണ്ടായി? Because I have the evidence, I was a part of it and I was utilized by them, so I know everything that was happening there. And I was closely working with Shiv Shankar, so I know how these things work out. ഇതിൻ്റെ ഓരോന്നിൻ്റെ ഒരു എലിമെൻറ്റ് ഞാനും ആയിരുന്നല്ലോ. ദേ ഹാവ് യൂട്ടിലൈസ്ഡ് മീ. പക്ഷേ ഇത് അന്വേഷണം എന്നിൽ എത്തുമ്പോഴത്തേക്കും പിന്നെ അത് മുന്നോട്ട് പോകാത്ത രീതിയിൽ ഇവർ വരുത്തി തീർക്കുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ ഓക്കെ, ഫൈറ്റ്, മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല. നോബഡി ഈസ് ഗോയിങ് ടു ബ്രിങ് ബ്രെഡ് ഫോർ മീ. വാട്ട് ഐ ഹവ് ലോസ്റ്റ്. ഐ ഡോണ്ട് ഹാവ് എനി തലത്തൊട്ടപ്പൻ ടു ടേക്ക് കെയർ ഓഫ് മീ. സോ ദെൻ ഐ വിൽ ഫൈറ്റ്, ഐ വിൽ ബ്രിങ് ഔട്ട് ദ ട്രൂത്ത്. ആ ആത്മവിശ്വാസം, ആ ആത്മധൈര്യം അവസാനം വരെ തന്നെ ഉണ്ടാവും. ഈ ശിവശങ്കരനെ കുറിച്ചിട്ട് ഇപ്പോൾ എന്താ തോന്നുന്നത്? ഇറ്റ്സ് നോട്ട് ഓവർ. ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹത്തിന് എല്ലാ കേസിലും അദ്ദേഹത്തിന് ചോദ്യം ചെയ്ത് തന്നെ ആവണം. ബിക്കോസ് ഇപ്പോഴും he has taken VRS, but we know that he is still working behind the scenes or behind the curtain. He is doing all his operations. ഇത് ഏത് പദ്ധതിയാണെങ്കിലും somebody who makes plans and strategies എന്നുള്ളത് ഞാൻ ഉറപ്പിച്ചും തറപ്പിച്ചും പറയാം. And he should be under strict surveillance to understand what is his modus operandi now.